മൊബൈൽ സേവന രംഗത്ത് സംസ്ഥാനത്തും BSNL പിന്നാക്കം പോകുന്നു. BSNL സിം കാർഡുകൾ കസ്റ്റമർ കെയർ സർവീസ് സെന്ററുകളിൽ പോലും കിട്ടാനില്ല. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി പ്രകാരം BSNL വിട്ട് സ്വകാര്യ മൊബൈൽ കമ്പനികളെ തേടി പോകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ BSNLനെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി മാർച്ച് 17 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. 2002-ൽ മൊബൈൽ സേവന രംഗത്തേക്ക് കടന്നുവന്ന BSNL 2 വർഷം കൊണ്ട് ഈ രംഗത്ത് ഒന്നാം സ്ഥാനം കൈവരിച്ച് അത്ഭുതം സൃഷ്ടിച്ച പൊതുമേഖലാ സ്ഥാപനമാണ്. പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ സർക്കാർ വരുത്തിയ അലംഭാവമാണ് BSNLനെ തകർച്ചയിലേക്ക് തള്ളിവിട്ടത്. 2005-ൽ 47% വിപണി പങ്കാളിത്തം BSNL ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വിപണി പങ്കാളിത്തം 10% മാത്രമാണ്. ദേശീയ തലത്തിൽ നഷ്ടമായിരുന്നുവെങ്കിലും സംസ്ഥാനത്ത് BSNL ലാഭത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഇതും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ മുന്നോട്ട് പോക്ക്. BSNL സിം കാർഡുകൾ ഒട്ടുമിക്ക കസ്റ്റമർ കെയറുകളിലും കിട്ടാനില്ല. കാലാവധി കഴിഞ്ഞിട്ടും ഒട്ടുമിക്ക ടവറുകളിലെയും ബാറ്ററികൾ മാറ്റി സ്ഥാപിച്ചിട്ടില്ല. ഇതുമൂലം വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സമയങ്ങളിൽ BSNL ടവറുകളുടെ റേഞ്ചും നഷ്ടപ്പെടുന്നു. MNP പ്രകാരം കഴിഞ്ഞ മാസം BSNL വിട്ട് മറ്റ് കമ്പനികളെ തേടിപ്പോയവരുടെ എണ്ണം BSNLിലേക്ക് വന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിയിലൂടെ കൂടുതൽ ആളുകൾ ഈ കമ്പനിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസമാകുമ്പോൾ അത് മൈനസിലേക്ക് എത്തുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേസമയം BSNLനെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ മാർച്ച് 17 മുതൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, കൊച്ചി.